ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഒരുപാട് വചനം ശ്രവിക്കുന്നു, ഒരുപാട് വചനം ഞങ്ങൾ ധ്യാനിക്കുന്നു, ഒരുപാട് വചനങ്ങൾ ഞങ്ങൾ പ്രസംഗിക്കുന്നു, വ്യാഖ്യാനിക്കുന്നു കർത്താവേ. പക്ഷേ പലപ്പോഴും ആ വചനം അനുസരിച്ച് പ്രവർത്തിക്കാൻ, പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ കേൾക്കുന്ന പ്രഘോഷിക്കുന്ന വചനം ഞങ്ങൾക്ക് സാധ്യമല്ലാതെ പോകുന്നു. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, വചനമനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അതൊരു വലിയ വിശ്വാസമാണ്, അതൊരു വലിയ ആഴമായ വിശ്വാസമാണ്. ഈശോ പറഞ്ഞു, എൻ്റെ അമ്മ, എൻ്റെ സഹോദരങ്ങൾ അവർ വചനം ശ്രവിച്ചവർ മാത്രമല്ല, വചനം പ്രവർത്തിച്ചവർ കൂടിയാണ്. കർത്താവേ, അങ്ങേ അമ്മയുടെ നിരയിലേക്ക്, അങ്ങേ സഹോദരങ്ങളുടെ നിരയിലേക്ക് ഉയർത്തുവാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു. അതിലെത്തിച്ചേരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന മനുഷ്യരായി മാറാതെ അത് പ്രവർത്തിക്കുന്നവരായി മാറാൻ കൃപ തരണേ കർത്താവെ. വചനം പ്രവർത്തിക്കുന്നതിൽ ഞങ്ങൾ പരാജയപ്പെടുകയാണ്. ഈശോയെ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. കുരിശ് വരച്ച നമ്മളെ തന്നെ നമുക്ക് മുദ്ര വയ്ക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 40 മുതലുള്ള വാക്യങ്ങൾ. യേശു തിരിച്ചു വന്നപ്പോൾ ജനക്കൂട്ടം അവനെ സ്വാഗതം ചെയ്തു. എല്ലാവരും അവനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ സിനഗോഗിലെ ഒരധികാരിയായ ജായിറൂസ് യേശുവിൻ്റെ കാൽക്കൽ വീണ് തൻ്റെ വീട്ടിലേക്ക് ചെല്ലണമെന്ന് അപേക്ഷിച്ചു. 12 വയസ്സോളം പ്രായമുള്ള അവൻ്റെ ഏകപുത്രി ആസന്ന മരണയായിരുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് വളരെ പരിചിതമായ ഒരു സുവിശേഷ ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. സുവിശേഷം വരച്ചു കാണിക്കുന്ന വലിയ ആഴമായ വിശ്വാസമുള്ളൊരു മനുഷ്യനാണ് ജായിറൂസ്. ഈ ജായിറൂസിനെ കുറിച്ച്, അവൻ്റെ വീടിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച്, അവൻ്റെ അവസ്ഥയെക്കുറിച്ചെല്ലാം ബൈബിള് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അയാൾ ഒരു സിനഗോഗ് അധികാരിയായിരുന്നു. സിനഗോഗ്, അതിൻ്റെ ഭരണം, അതിൻ്റെ പാരമ്പര്യം, അതിൻ്റെ പ്രാർത്ഥനകൾ, അതിൻ്റെ നടത്തിപ്പുകൾ, ഇതിലെല്ലാം അധികാരമുള്ള ഒരു മനുഷ്യൻ, നല്ല ആഴമായ വിശ്വാസമുള്ളൊരു കുടുംബ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, നല്ല പാരമ്പര്യമുള്ള ഒരു വിശ്വാസ വഴിയിൽ ജീവിക്കുന്നൊരു മനുഷ്യൻ. അങ്ങനെ ആഴമായ വിശ്വാസം, പാരമ്പര്യമായ വിശ്വാസം അത് ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരു മനുഷ്യനാണ് ജായിറൂസ്. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ്റെ, ഈ കുടുംബത്തിൻ്റെ ഇന്നത്തെ പശ്ചാത്തലം വിവരിക്കുന്നുണ്ട്. അയാൾക്ക് ഒരു മകളേ ഉള്ളൂ, ഏക മകൾ. അയാൾക്ക് ഈ തലമുറയിൽ മറ്റു മക്കളൊന്നുമില്ല. ഈ കുഞ്ഞിന് ഇപ്പോൾ ഏകദേശം വയസ്സ് 12 എന്ന് വചനം കൃത്യമായിട്ട് പറയുകയാണ്. അങ്ങനെ 12 വയസ്സ് പ്രായമായ ഈ പെൺകുട്ടിക്ക് ഈ പ്രായമെത്തിയപ്പോൾ ഒരു വലിയ രോഗം പിടിപെട്ടു. രോഗം എന്താണെന്നൊന്നും പറയുന്നില്ല, പക്ഷേ വചനത്തിൽ നിന്ന് വായിക്കുമ്പോൾ മനസ്സിലാകും അത് ഗൗരവമുള്ളൊരു രോഗമാണ്, വളരെ ഗൗരവമുള്ള രോഗം. ഈ രോഗം അങ്ങ് ബാധിച്ച് ഈ കുഞ്ഞ് മരിക്കാറായി. ഈ മനുഷ്യൻ സമ്പന്നനാണ്, ഈ മനുഷ്യന് നല്ല അറിവും സ്വാധീനങ്ങളുമുണ്ട്, ഈ മനുഷ്യൻ നല്ല ഒരു പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന മനുഷ്യനാണ്. നമ്മുടെ സാധാരണ ചിന്തയിൽ ചിന്തിച്ചാൽ മനസ്സിലാകും ഈ മനുഷ്യൻ അയാളുടെ ഏക കുഞ്ഞിന് വേണ്ടി, ഏക മകൾക്ക് വേണ്ടി ചെയ്യാവുന്ന എല്ലാ ചികിത്സകളും നടത്തിയിട്ടുണ്ട്. അയാൾക്ക് സാധിക്കുന്നത് പോലെയൊക്കെ ഈ കുഞ്ഞിൻ്റെ സൗഖ്യത്തിന് വേണ്ടി ഈ അപ്പൻ പരിശ്രമിച്ചിട്ടുണ്ട്, ഒരു സംശയവും വേണ്ട.
പ്രിയപ്പെട്ടവരെ, എന്നാലും ഈ കുഞ്ഞിൻ്റെ രോഗം മാറുന്നില്ല. ഈ കുഞ്ഞിൻ്റെ രോഗം മൂർച്ഛിച്ച് വന്നു. അതിപ്പോൾ വലിയൊരു അപകടാവസ്ഥയിൽ, കുഞ്ഞ് മരിച്ചു പോകുമെന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ അവസ്ഥയിൽ ഈ ജായിറൂസ് എന്ന് പറയുന്ന ഈ അപ്പൻ അയാൾ ചെയ്യുന്നത് എന്താ? അയാൾ ആ കുഞ്ഞിനെ വീട്ടിൽ രോഗാവസ്ഥയിൽ മരണക്കിടക്കയിൽ കിടക്കുന്ന കുഞ്ഞിനെ ആ വീട്ടിൽ കിടത്തിയിട്ട് അയാൾ ഓടുകയാണ്. അയാൾ ഓടി വരുന്നത് ഈശോയുടെ അടുക്കലേക്കാണ്. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവർ, ഈ മനുഷ്യൻ കടന്നു വരുമ്പോൾ, ഈ ജായിറൂസ് ഈശോയുടെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ, ഈ മനുഷ്യൻ അനുഭവിക്കുന്ന ഉള്ളിലെ ഒരു തീയുണ്ട്. ഈ അപ്പൻ്റെ ഉള്ളിലൊരു തീയുണ്ട്. എൻ്റെ കൊച്ച് മരിച്ചു പോകുമല്ലോ എന്നുള്ളൊരു വേദന ഒരു തീ പോലെ കത്തിയിട്ട് വീടിൻ്റെ അകത്തിരിക്കാൻ പറ്റണില്ല. ആ മരണക്കിടക്കയിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അടുത്തിരിക്കാൻ പറ്റണില്ല. നമുക്കറിയാലോ, നമ്മളിൽ ആരെങ്കിലും അവിടെ പ്രിയപ്പെട്ട ഒരാൾ മരണാസന്നനായിട്ട് കിടക്കുകയാണെങ്കിൽ എന്ത് തിരക്കുണ്ടേലും നമ്മൾ അവിടുന്ന് മാറില്ല. വിശപ്പും ദാഹവും ഒക്കെ കൈവെടിഞ്ഞ് മറന്ന് നമ്മൾ ആ വ്യക്തിയുടെ അടുത്തിരിക്കും, ആ വ്യക്തിയുടെ മരണാസൻ്റെ അടുത്തിരിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ കാണുന്നത് എന്താ? കുഞ്ഞ് ഏക മകൾ, ഒരു കുഞ്ഞേ ഉള്ളൂ. അത് നിറയെ യൗവനത്തിലാണ്, കൗമാരത്തിലേക്ക് കടന്ന കാലം. ആ കുഞ്ഞ് മരിക്കാറായി കിടക്കുക. ആ കിടക്കുന്ന അവസ്ഥയിൽ ഈ അപ്പൻ ആ കുഞ്ഞിനെ വിട്ടിട്ട് ആ കുഞ്ഞിൻ്റെ അരികിൽ നിന്ന് ഈ അപ്പൻ ഓടുക, ഈശോയുടെ അടുക്കലേക്ക് ഓടുകയാണ്. പ്രിയപ്പെട്ടവർ, ഈ അപ്പൻ കടന്നു വരുമ്പോൾ ഈ അപ്പൻ്റെ മനസ്സിലുള്ള ഒരു വേദന, ഒരാകുലത, ഒരു വലിയ ദുഃഖഭാരം, അയാൾ കടന്നു പോകുന്ന ഒരു പ്രതിസന്ധി, അതൊരു അപ്പന് മാത്രമേ മനസ്സിലാവൂ. അതൊരു അപ്പനെ മനസ്സിലാകൂ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ അപ്പൻ നൊന്ത് നീറി ഈശോയുടെ അടുത്തേക്ക് കടന്നു വരുന്നൊരു രംഗമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് വിശ്വാസ വഴിയിൽ നമ്മൾ എന്നും കണ്ടുമുട്ടുന്നൊരു രംഗമാണ്. ഇത് വിശ്വാസ വഴിയിൽ നമ്മൾ നിരന്തരം കണ്ടുമുട്ടുന്നൊരു രംഗമാണ്. ഇന്ന് ഈ പോട്ട ആശ്രമത്തിൽ, ഈ ധ്യാനമന്ദിരത്തിൽ കൂടിയിരിക്കുന്ന ഈ ആയിരക്കണക്കിന് മനുഷ്യരിൽ പ്രിയപ്പെട്ടവരെ ഉറപ്പാണ്, ഇതുപോലെ നീറുന്ന ഹൃദയവുമായിട്ട് ഈ ആലയത്തിലേക്ക് വന്നിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. ഉത്തരവില്ലാത്ത പ്രശ്നങ്ങളുമായിട്ട് ഇവിടെ വന്നിരിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ചുറ്റും, നമ്മുടെ അയൽപക്കങ്ങളിലും, നമ്മുടെ പരിചയങ്ങളിലും, നമ്മുടെ പ്രാർത്ഥനകളിലും ഇതുപോലെ നീറുന്ന പ്രശ്നവുമായി ജീവിതം എങ്ങനെ ഇന്ന് ഇരുണ്ട് വെളുക്കുമെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. എങ്ങനെ എന്ത് ചെയ്യുമെന്നറിയാതെ, എന്ത് ഉത്തരമെന്നറിയാതെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവർ. രോഗത്തിൻ്റെ പ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധി, ജോലിയില്ലാത്ത പ്രതിസന്ധി, കുടുംബ പ്രശ്നങ്ങളുടെ പ്രതിസന്ധി, ദുശീലങ്ങളുടെ പ്രതിസന്ധി, മക്കളെ ഓർത്തുള്ള പ്രതിസന്ധി, ഇങ്ങനെ വിവിധങ്ങളായ പ്രതിസന്ധികളിൽ നടുങ്ങി ഞെട്ടി ജീവിക്കുന്ന മനുഷ്യരുണ്ട്. പ്രിയപ്പെട്ടവരെ, അവരോട് ഇന്ന് ഈ സുവിശേഷം ചില ചിന്തകൾ നൽകുന്നുണ്ട്. കരമുയർത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ചില ഉത്തരവില്ലാത്ത പ്രതിസന്ധി, ചില അപകടത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്ന അവസ്ഥയിലുള്ള പ്രതിസന്ധി. ഈ ജായിറൂസ് ഈ കുഞ്ഞിനെ വിട്ടിട്ട് ഓടി വരുമ്പോൾ ഇയാൾക്കറിയാം, ഈശോ വന്ന് എങ്ങനെയേലും ഈശോ വന്ന് എൻ്റെ കുഞ്ഞിനെ ഒന്ന് രക്ഷിക്കണം. ഇത് അവസാന പരിശ്രമമാണ്. ഈശോ വന്ന് ഈ സമയത്ത് ചെയ്തില്ലെങ്കിൽ ഏതാനും നിമിഷങ്ങൾ കൂടി കഴിഞ്ഞാൽ കുഞ്ഞ് മരിച്ചു പോകും. ഇത് ഏറ്റവും അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പാണ് എന്ന് തോന്നുന്ന വിധത്തിലാണ് ഈ മനുഷ്യൻ ഓടി വരുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വലിയ പ്രതിസന്ധിയിൽ കർത്താവ് ഒന്ന് ഇടപെടണമെന്ന് ആഗ്രഹിച്ച് ഈ ഓരോ ദിവസവും പ്രഭാതത്തിൽ ഓടുന്ന ജീവിക്കുന്ന മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്. കോടികളുടെ കടബാധ്യതകളുമായി ദൈവം എന്ത് ചെയ്യുമെന്നറിയാതെ ജീവിക്കുന്നവർ, കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ പോലും പണമില്ലാതെ, ഒരു മനുഷ്യൻ്റെ മുമ്പിൽ കൈനീട്ടാൻ പറ്റാതെ ഗതികേടിൽ നിൽക്കുന്ന മനുഷ്യർ. പുറമേ കാണുമ്പോഴൊക്കെ എല്ലാം കൊള്ളാം, നല്ല വസ്ത്രം, നല്ല വാഹനം, നല്ല വീടൊക്കെ ഉണ്ട്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ തീർന്നു പോയി ചിതലരിച്ച് പൊള്ളയായി തീർന്നിരിക്കുന്ന വലിയ സാമ്പത്തിക മേഖലകളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒത്തിരി പേര്. പ്രിയപ്പെട്ടവരെ, അവർക്ക് കർത്താവ് അവരോട് ചിലത് സംസാരിക്കുന്നുണ്ട്. അവരോട് കർത്താവ് ചിലത് സംസാരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട, കർത്താവ് നമുക്ക് നൽകുന്ന ചില ചിന്തകളെ നമ്മുടെ ഹൃദയത്തിലൊന്ന് സൂക്ഷിക്കാം. നമ്മൾ വചനത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന മനുഷ്യരെയൊക്കെ കാണുന്നുണ്ട്.
വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന മനുഷ്യരോട് ഒരു പ്രത്യേകത, ദൈവം അവരോട് കാണിക്കുന്ന 2 പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത ഈ ജായിറൂസിൻ്റെ സംഭവത്തിൽ നമ്മൾ കാണും. അതിതാണ്, ആ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന നേരത്ത് ജായിറൂസ് ഈശോയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭൃത്യൻ ഓടി വന്നിട്ട് അയാൾ ഈ മനുഷ്യനോട് പറയുകയാണ്, ഗുരുവിനെ ഇനി ബുദ്ധിമുട്ടിക്കേണ്ട, അങ്ങയുടെ കുഞ്ഞ് മരിച്ചുപോയി, അങ്ങയുടെ കുഞ്ഞ് മരിച്ചുപോയി, ഇനി രക്ഷയില്ല, ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഇനി തമ്പുരാനെ വിളിച്ചിട്ട് കാര്യമില്ല, കാരണം സംഭവം കഴിഞ്ഞു, കൊച്ചു മരിച്ചു, ഇനി എന്ത് ചെയ്യാനാ, ഇനി കരം വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പുറകെ നടന്നിട്ട് കാര്യമില്ല. ആ ചാപ്റ്റർ അവസാനിച്ചു. ഇങ്ങനെ ഒരു വാർത്തയുമായിട്ട് ഈ മനുഷ്യൻ വരികയാണ്. പ്രിയപ്പെട്ടവരെ, പക്ഷെ നമ്മൾ വചനത്തിൽ കാണുന്നത് ഇങ്ങനെയാ, ഗുരുവിനെ ഇനി ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് പറഞ്ഞ് ഈശോയെ അവർ മാറ്റി നിർത്തുമ്പോൾ ഈശോ ആ മനുഷ്യനോട് പറയാതെ ഈ മനുഷ്യനോട്, അയാൾ ക്ഷണിക്കുന്നില്ല, എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് പറയണില്ല പ്രിയപ്പെട്ടവരെ, പക്ഷേ ഈശോ അയാളുടെ കൂടെ പോവുകയാണ്. ഒന്നും പറയാതെ, ക്ഷണിക്കാഞ്ഞിട്ടും ഈശോ അയാളുടെ കൂടെ പോകുന്നതായി വചനത്തിൽ നമ്മൾ കാണും. കരമുയർത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരോട് പറയുന്ന ഒരു ആശ്വാസത്തിൻ്റെ ചിന്ത ഇതാണ്. നമ്മൾ പറയാതെ, നമ്മളും ക്ഷണിക്കാതെ ഇരിക്കുമ്പോഴും, നമ്മളിനി വന്നിട്ട് കാര്യമില്ല, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, അപേക്ഷിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന സമയത്തും നമ്മളറിയാതെ ഒരു നിഴല് പോലെ നമ്മുടെ കൂടെ വരുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ കൂടെ ദൈവമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ തകർന്നിരിക്കുന്ന വേളയിൽ, നമ്മൾ തളർന്നിരിക്കുന്ന വേളയിൽ, നമ്മൾക്കിനി ഉത്തരവില്ല, എല്ലാം തീർന്നു, അവസാനിച്ചുവെന്ന് തോന്നുന്ന നിമിഷത്തിലും നമ്മളുടെ കൂടെ കടന്നു വരുന്ന, ഒരു നിഴലായി കടന്നു വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ടെന്ന് വചനം ഓർമ്മപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, ഈശോ ഇങ്ങനെ ക്ഷണിക്കാതെ കടന്നു വരുന്നത്, പറയാതെ കടന്നു വരുന്ന ഒരു രംഗം, അത് ഏറ്റവും തകർച്ചയുള്ള മനുഷ്യൻ്റെ അടുത്താണ്. എവിടെയെല്ലാം മനുഷ്യൻ തകരുന്നുണ്ടോ, എവിടെയെല്ലാം മനുഷ്യൻ പ്രതിസന്ധിയിലൂടെ കടന്നു വരുന്നുണ്ടോ, അവിടെ വിളിപ്പുറത്ത് വിളിക്കാതെ കർത്താവ് എത്തുന്നുണ്ട്. കരമുയർത്തി പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ സമയം നീ വിശ്വസിക്കണം, നീ ഏറ്റുപറയണം, നീ കർത്താവിന് നന്ദി പറയണം. നിന്റെ ചാരെ, നിന്റെ ഈ പ്രതിസന്ധിയുടെ അടുത്ത് ദൈവമുണ്ട്. ദൈവമില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ദൈവം വന്നിട്ടും കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന നിമിഷത്തിലും ഉറപ്പായിട്ട് നീ പറയണം, നീ വിശ്വസിക്കണം, എൻ്റെ അടുത്ത് ദൈവമുണ്ട്. അത് സുവിശേഷം ഉറപ്പു തരികയാ. ആരെല്ലാം പ്രതിസന്ധിയിലൂടെ കടന്നു പോയിട്ടുണ്ടോ അവരുടെ അടുത്ത് കർത്താവുണ്ട്. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രതിസന്ധിയെ ഓർത്തുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം ഉന്നതൻ, അങ്ങേ ആരാധിക്കുമ്പോൾ എന്തോരാനന്ദം. എല്ലാവരും ചേർന്ന് അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം ഉന്നതൻ, അങ്ങേ ആരാധിക്കുമ്പോൾ എന്തോരാനന്ദം. ഈശോ മാത്രം പരിശുദ്ധൻ, ഈശോ മാത്രം ഉന്നതൻ, ഈശോയെ ആരാധിക്കുമ്പോൾ എന്തോരാനന്ദം. ചേർന്ന് പാടാം. ഈശോ മാത്രം പരിശുദ്ധൻ, ഈശോ മാത്രം ഉന്നതൻ, ഈശോയെ ആരാധിക്കുമ്പോൾ എന്തോരാനന്ദം. ഈശോ മാത്രം പരിശുദ്ധൻ, ഈശോ മാത്രം ഉന്നതൻ, ഈശോയെ ആരാധിക്കുമ്പോൾ എന്തോരാനന്ദം. റൂഹാ മാത്രം, റൂഹാ മാത്രം പരിശുദ്ധൻ, റൂഹാ മാത്രം ഉന്നതൻ, റൂഹായെ ആരാധിക്കുമ്പോൾ എന്തോരാനന്ദം. റൂഹാ മാത്രം പരിശുദ്ധൻ, റൂഹാ മാത്രം ഉന്നതൻ, റൂഹായെ ആരാധിക്കുമ്പോൾ എന്തോരാനന്ദം. ദൈവം മാത്രം പരിശുദ്ധൻ, ദൈവം മാത്രം ഉന്നതൻ, ദൈവത്തെ ആരാധിക്കുമ്പോൾ എന്തോരാനന്ദം. ദൈവം മാത്രം പരിശുദ്ധൻ, ദൈവം മാത്രം ഉന്നതൻ,
ദൈവത്തെ ആരാധിക്കുമ്പോൾ എന്തോ ഇരു കരങ്ങളും ഉയർത്തി ദൈവം മാത്രം കർത്താവേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു, ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തോട് ചേർന്ന് പരിശുദ്ധൻ പരിശുദ്ധൻ അങ്ങേ പാടി സ്തുതിക്കുന്നു. സ്വർഗത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം ദൈവം, അങ്ങ് മാത്രം ഉന്നതൻ, അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ല. അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.